വി ശ്രീ പത്മനാഭൻ, ഭരണഘടനാപരമായി ഉന്നയിക്കപ്പെടുന്ന ചോദ്യങ്ങൾ അങ്ങനെയാണോ തീരുമാനിക്കേണ്ടത് മന്ത്രിസഭ? അതായത് ഭരണഘടനാപരമായ ഏറ്റുമുട്ടലുകൾ വേണ്ട എന്നുള്ളത് രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് ചിലർ മുന്നോട്ട് പോകുന്നില്ല, ചിലർ രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു പ്രവണത. അല്ല, അവിടെ കൗതുകകരമായ ഒരു കാര്യമുണ്ട്. ഇപ്പോ തമിഴ്നാട് സർക്കാർ 7 യൂണിവേഴ്സിറ്റികളുടെ ബില്ലുകളിലാണല്ലോ ഇപ്പൊ വിജയിച്ചു എന്ന് പറയുന്നത്. സത്യത്തിൽ അത് വിജയിച്ചിട്ടുണ്ടോ? ആ 7 ബില്ലുകളും പാസ്സാക്കിയിട്ട് ഫ്രെയിം ചെയ്ത് വീട്ടിൽ വെക്കാം എന്നല്ലാതെ നടപ്പിലാക്കാൻ പറ്റുമോ? വൈസ് ചാൻസലർ നിയമനം സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് ഏകപക്ഷീയമായി തീരുമാനിക്കാൻ പറ്റുമോ? ഈ ബില്ല് പ്രകാരം പറ്റില്ല. എന്താ കാരണം? UGCയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് സംസ്ഥാന നിയമമെങ്കിൽ UGCയുടെ ചട്ടങ്ങൾ നിലനിൽക്കുമെന്ന് ഇതേ സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞില്ലേ? ശരി, ബില്ല് നിയമമായി. പക്ഷെ അത് നടപ്പാക്കാൻ പറ്റുമോ? സെർച്ച് കമ്മിറ്റി വേണ്ടേ? UGC എന്താ ചട്ടങ്ങൾ എന്താ പറയുന്നത്? ഹൗ ടു അപ്പോയിന്റ് എ വൈസ് ചാൻസലർ. ഒരു സെർച്ച് കമ്മിറ്റി വേണം. സെർച്ച് കമ്മിറ്റിയിൽ 3 ആള്, 1 UGC നിയമിക്കുന്ന ആള്, 2 ഗവർണർ നിയമിക്കുന്ന ആള്, 3 സിൻഡിക്കേറ്റ് നിയമിക്കുന്ന ആള്, അല്ലെ? ആ 3 പേര് അടങ്ങുന്ന സെർച്ച് കമ്മിറ്റി മുമ്പാകെ 3-ൽ കുറയാത്ത ലിസ്റ്റ് വരണം. മാത്രമല്ല അത് അപൊളിറ്റിക്കലായ ആൾക്കാരായിരിക്കണം എന്നും കൂടി സുപ്രീം കോടതി പറഞ്ഞു. രാഷ്ട്രീയം ഇല്ലാത്ത ആൾക്കാരായിരിക്കണം. ഇപ്പൊ തമിഴ്നാട് ബില്ല് പാസ്സാക്കിയിട്ട് നാളെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു DMKയുടെ നേതാവിനെ പിടിച്ചിട്ട് വൈസ് ചാൻസലർ ആക്കാൻ തീരുമാനിച്ചാൽ നടക്കുവോ? അത് സുപ്രീം കോടതി തന്നെ റദ്ദാവൂലേ പോയാല്? അപ്പോ ഈ 7 ബില്ലുകൊണ്ട് ഒരു കാര്യമില്ല. കാരണം UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമായ ബില്ലുകൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ബില്ലുകൾ നിലനിൽക്കില്ല. എന്തുകൊണ്ടാ? ഈവൺ ഇഫ് ഇറ്റ് ഈസ് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ രാജ്യത്ത് പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾക്ക് അനുസൃതമായി സെക്രട്ടറിമാര് ചട്ടങ്ങൾ ഉണ്ടാക്കും, റൂൾസ് ഉണ്ടാക്കും. ഈവൺ ഇഫ് ഇറ്റ് ഈസ് സെൻട്രൽ റൂൾസ്, സെൻട്രലിലെ IAS ഉദ്യോഗസ്ഥൻ സെക്രട്ടറി ഉണ്ടാക്കിയ റൂൾസ് ആണെങ്കിൽ കൂടി സ്റ്റേറ്റിന്റെ ലോയിന്റെ പ്രൊവിഷനേക്കാൾ മുകളിൽ നിൽക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ? അപ്പൊ ഈ ബില്ലുകൊണ്ട് എന്താ കാര്യം? പിന്നെ ഇവിടെ ഒരു കാര്യം പറഞ്ഞു, സുപ്രീം കോടതി പ്രസിഡന്റിന്റെ ഒപ്പിടൽ പരിഗണിച്ചിട്ടില്ല, ഗവർണർ രണ്ടാമതും അയച്ചത് റദ്ദാക്കിയാന്ന്. അങ്ങനെ പറ്റില്ലല്ലോ. അതിനുശേഷം നടന്ന കാര്യങ്ങൾ ഹാസ് ടു ബി കൺസിഡേർഡ്, വാട്ട് എവർ ഇറ്റ് മേ ബി, റൈറ്റ് ഓർ റോങ്. ഗവർണർ രണ്ടാമത് പ്രസിഡന്റിന് അയച്ചിട്ട് പ്രസിഡന്റ് ഒപ്പിട്ടും പോയി. അപ്പൊ അത് പരിഗണിക്കണ്ട എന്ന് അങ്ങനെ നടന്നുപോയ കാര്യങ്ങൾ നടക്കാത്തതായി കണക്കാക്കാൻ കോടതിക്ക് അധികാരമുണ്ടോ? കോടതിക്ക് അധികാരം ഇല്ലല്ലോ. അപ്പൊ അവിടെ പരിഗണിക്കണം. പിന്നെ പ്രത്യേക അധികാരങ്ങൾ, സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരങ്ങൾ ഉപയോഗിച്ച് രാഷ്ട്രപതിയുടെ കാര്യത്തിൽ വരെ തീരുമാനിക്കാം. 2-അംഗ ബെഞ്ചിന് തീരുമാനിക്കാൻ പറ്റുമോ? രാഷ്ട്രപതി എടുത്തൊരു തീരുമാനം പ്രത്യേക അധികാരത്തിന്റെ പരിധിയിൽ പറ്റൂലല്ലോ. ഇപ്പൊ SR ബോംബെ കേസിന് ശേഷം ഒരു സംഭവം ഉണ്ടായി. ബീഹാറിലെ ലാലു പ്രസാദ് യാദവിനെ മന്ത്രിസഭയെ വാജ്പേയി സർക്കാർ പിരിച്ചുവിടാൻ കാരണം അവിടെ ദിവസവും രൺവീർ സേനയും മറ്റേ വേറൊരു സേനയും തമ്മിൽ 10-25 ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡെയിലി കൊല്ലാൻ തുടങ്ങി. അപ്പോ ആ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് ഇത് തടയാനും പറ്റുന്നില്ല. ബീഹാർ സർക്കാരിനെ പിരിച്ചുവിട്ടു. അപ്പോഴേക്കും SR ബോംബെ കേസ് വന്നിരുന്നു. SR ബോംബെ കേസ് എന്താ പറയുന്നത്? പിരിച്ചുവിട്ടാൽ മാത്രം പോരാ, എത്ര ദിവസത്തിനുള്ളിൽ പാർലമെന്റ് പാസ്സാക്കണം, 2 സഭകളിലും പാസ്സാക്കണം. അപ്പോ അന്നത്തെ BJP ഗവൺമെന്റിന് രാജ്യസഭയിൽ ഭൂരിപക്ഷം ഇല്ല. അപ്പൊ എന്തായി? ആ നിശ്ചിത കാലാവധി കഴിഞ്ഞപ്പോൾ ലാലു പ്രസാദ് യാദവിന്റെ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നതുപോലെയായി. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? രാഷ്ട്രപതി ഒപ്പിട്ട പിരിച്ചുവിടൽ തീരുമാനം വരെ സ്വാഭാവികമായി റദ്ദായിപ്പോയി. എന്താ കാരണം? ഒരു ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയുണ്ട്. SR ബോംബെ കേസിലെ വിധി ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയാണ്. അപ്പൊ സുപ്രീം കോടതിക്ക് പ്രത്യേക അവകാശങ്ങൾ ഉപയോഗിച്ച് രാഷ്ട്രപതിയുടെ തീരുമാനം മാറ്റാം എന്ന് ആര് പറയണമെന്ന്? ഭരണഘടനാ ബെഞ്ച് പറയണമെന്ന്. 2-അംഗ ബെഞ്ച് പറഞ്ഞാൽ പോരാ. രണ്ടാമത് ഇവർ പറയുന്നു ഗവർണർ രണ്ടാമത് അയച്ചതേ കോടതി പരിഗണിച്ചിട്ടുള്ളൂ, അതിനുശേഷം സംഭവിച്ചത് പരിഗണിച്ചിട്ടില്ല. അങ്ങനെ പറ്റൂലെന്ന്. ഒരു പ്രസിഡന്റ് ഒപ്പിട്ട് കഴിഞ്ഞു എന്ന്. തെറ്റോ ശരിയോ പ്രസിഡന്റ് ഒപ്പിട്ട് കഴിഞ്ഞു. ഭാരതത്തിന്റെ രാഷ്ട്രപതിയുടെ ഒപ്പ് വീണ് കഴിഞ്ഞു. അപ്പൊ പരിഗണിക്കാൻ ഞങ്ങളത് നോക്കണ്ട എന്ന് പറയാനുള്ള അധികാരം 2-അംഗ ബെഞ്ചിനില്ല. എന്റെ വാദം അതാണ്. 2-അംഗ ബെഞ്ചിനില്ല. അതും പറയണമെങ്കിൽ ഭരണഘടനാ ബെഞ്ച് പറയണം. അപ്പൊ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, ഈ 2-അംഗ ബെഞ്ച് പറഞ്ഞ പല കാര്യങ്ങളും അവർക്ക് പറയാൻ അധികാരമില്ലാത്ത കാര്യങ്ങളാണ്. അത് പറയാൻ ഭരണഘടനാ ബെഞ്ചിന് മാത്രമേ അധികാരമുള്ളൂ. അങ്ങനെ ഇരിക്കെ ഇത് നിലനിൽക്കില്ല എന്നും എനിക്ക് ബാധകമല്ല, ഞങ്ങൾക്ക് ബാധകമല്ല എന്നും ഗവർണർമാർ പറഞ്ഞാൽ ആ ഗവർണർമാരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ പറയുന്നത് ശരിയാണെന്നേ നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ വീണ്ടും ഒരു ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാവും. ഒരു സുപ്രീം കോടതി ബില്ലായിട്ട് ഇപ്പൊ നാളെ പറയുകയാണ് 3 മാസമായി ഒപ്പിടണം എന്ന് പറഞ്ഞാൽ ഗവർണർ പിടിയാ ഒപ്പിടില്ല. ഈ പറഞ്ഞത് എനിക്ക് ബാധകമല്ല, ഗവർണർക്ക് ബാധകമല്ല, അത് ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയല്ല എന്ന് പറഞ്ഞാൽ ഈ 3 മാസം നിശ്ചയിച്ചത് ഭരണഘടനാ ബെഞ്ച് അല്ലല്ലോ. ആ വിഷയം കാരണം വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് പരിഹരിക്കാനാണ് റിവ്യൂ പെറ്റീഷൻ. അത് വരട്ടെ, ഏതായാലും റിവ്യൂ പെറ്റീഷനിൽ കാര്യങ്ങൾ തീരുമാനമാവും. അപ്പോൾ അത് ഏതായാലും ഭരണഘടനാ ബെഞ്ചിന് പോവും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, ശ്രീ